ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പാമ്പ് കഥയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് യൂസ്ഡ് ക്ലോത്ത്സ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഈ ബക്കറ്റിലാണ് ആ ക്ലോത്ത്സ് ഒരു ചാക്കിലാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഈ തുണികൾ നമ്മൾ സമയമാകുമ്പോൾ അതിൻ്റെ അതോറിറ്റീസുകാർ വരുമ്പോൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് തുണികൾ അവിടെ കണ്ടപ്പോൾ എടുത്ത് വയ്ക്കാമെന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ക്ലോത്ത്സ് ചാക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേറെ പുതിയ ചാക്ക് വയ്ക്കാം എന്ന് വിചാരിച്ച് ഇത് പൊക്കിയ വശം ഒരു പാമ്പ്. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, അങ്ങനെ തന്നെ ഞാൻ ആ ചാക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് വേഗം വണ്ടി വിട്ടു. ഇനി എങ്ങാനും പാമ്പിന് നമ്മളെ കൊത്താൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു അവസരം അതിനുണ്ടാക്കി കൊടുക്കരുതല്ലോ. അപ്പോൾ നേരെ ചാക്ക് അവിടെ തന്നെ വെച്ച് ഞാൻ എൻ്റെ വഴിക്ക് ഒരു ഓട്ടോ ഓടി. പിന്നെ പാമ്പിനെ ഇവിടെ പിടിക്കാൻ വരുന്ന ആളുണ്ട്, ആ ആളെ കിട്ടിയില്ല. അപ്പോൾ പാമ്പുകളോട് കുറച്ച് ധൈര്യമുള്ള ഒരാൾ ഇവിടുത്തെ പ്രമോദേട്ടനാണ് കേട്ടോ. അപ്പോൾ ആശാനെ വിളിക്കാമെന്ന് പറഞ്ഞ് ചേട്ടൻ പോയിട്ട് ലാസ്റ്റ് പ്രമോദേട്ടൻ വന്നു. പാമ്പെന്തായാലും മാന്യനായിരുന്നു, നമ്മളാരും കൊത്താൻ നോക്കില്ല. ആൾ തന്നെ വളരെ പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം അപകടകാരിയായ പാമ്പായിരുന്നില്ല, ഒരു പാവമായിരുന്നു എന്നാണ് ഈ പ്രമോദേട്ടൻ വന്ന് പറഞ്ഞത്. ഇതൊരു പാവമാണ് എന്നാണ് പറഞ്ഞത്. ആ കണ്ടില്ലേ നേരത്തെ, അതൊരു പാറ്റനെ പിടിക്കാൻ പെട്ടതായിരിക്കുമെന്ന് ആൾ പറഞ്ഞ് അങ്ങനെ ഇവനെ നമ്മൾ പറഞ്ഞു വിടാൻ പോവുകയാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ പാമ്പ് പിടുത്തക്കാർ വേറെ വന്ന് ആൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാറാണ് പതിവ്. അതല്ലെങ്കിൽ ഇങ്ങനെ തലത്താനം നീന്തിപ്പോയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പെട്ട് കിടക്കണ ഒരു പാമ്പിനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവനെ ഒന്നുമില്ല വേഗം ആ ചവറിലേക്ക് കൊട്ടിയിട്ട് പോകാനാണ്. പക്ഷെ പാമ്പിന് നല്ല പേടിയുണ്ടായിരുന്നു, ആൾ പോകുന്നേ ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ പാമ്പ് ഒരുവിധം പുറത്തേക്ക് ഇറക്കാൻ നോക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ 360 ആണോ അതല്ല വേറെ ആരാണെന്ന് വെള്ളിക്കട്ടനാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല. നമ്മൾ ഗൂഗിളും പിന്നെ ഒരു ആപ്പ് വഴി നോക്കി, അപ്പോൾ അതിലൊന്നും ഇങ്ങനെ കണ്ടിട്ടുണ്ടായില്ല. പിന്നെ പുല്ല് വെട്ടാനുള്ള ആളും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ആക്കി കേട്ടോ. പിറ്റേ ദിവസം തന്നെ ആൾ വന്ന് വെട്ടി വൃത്തിയാക്കി പുല്ലല്ല. അതിനി ആരും പറയരുത്, ഓക്കെ. ഏതെങ്കിലും നല്ല ചെടികൾ വെച്ചാൽ മാത്രമേ മുളയ്ക്കാനും കഷ്ടപ്പാടൊക്കെ ഉള്ളൂ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ 2 അടി പൊക്കത്തിലുള്ള പുല്ലുകളെല്ലാം പറമ്പിൽ ചാടിക്കയറി വരിക. എത്ര തട്ടിക്കൂട്ടിയിട്ടും ആൾ പുറത്തേക്ക് ഇറങ്ങണ ഒരു പരിപാടിയില്ല. ആൾ പേടിച്ച് വിറച്ചിരിക്കുക. നമ്മൾ കമഴ്ത്തി നോക്കി ലാസ്റ്റ് അവസാനം എന്തേ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ പാമ്പുകൾ തിരിച്ചറിയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാനിനി പറയാം. എല്ലാ കടയിലെല്ലാം എല്ലാ സാധനം ഉണ്ട് ഇവിടെ. സെർച്ച് ഡേഞ്ചറസ് ഡേഞ്ചർകാരിട്ടരാം. ഡേഞ്ചർകാർ ഫോട്ടോ എടുക്കുക എന്നിട്ട് നോക്കേ. ഡേഞ്ചറസ് ഇതിലിപ്പോ നീ ചോദിച്ച സാധനം ഇതാണ്. ഇതാണ് വെള്ളിക്കട്ടൻ. അതിന്റെ തലയിരിക്കണ മോളെ ഉരുണ്ടിട്ട് കണ്ട അതിന്റെ തല കണ്ട ഉരുണ്ടായിരിക്കണേ. ഇത് ഉരുണ്ടതല്ല, ഇത് നമ്മുടെ ചരടയൊക്കെ തല പോലെ ഇരിക്കണേ. ഇത് പാവുണ്ട്. ഇനി ലുക്കലായി കാണിച്ചു തരാം. ഇവരൊക്കെ ഇതിന്റെ ഇടയിൽ പറഞ്ഞ ആൾക്കാരാ. ഇതാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓടിച്ചിട്ട് തല്ലിക്കൊള്ളുന്ന സാധനങ്ങൾ അവരൊക്കെ. നീ പറഞ്ഞതുപോലെ നീ പറഞ്ഞതല്ലേ ഇതിങ്ങനെ ഇരിക്കുന്നു. ഡേഞ്ചറസ് ഇതാണ് ഈ പാമ്പ്. എന്താ പാവുണ്ട്, അതിന്റെ കളർ ഇത്രയും കിട്ടിയിട്ടില്ല എന്നുള്ളൂ. വെള്ളി വരയെന്ന് പറയും. കോമൺ സ്നേക്സ് വെള്ളി വരേന. ഓക്കെ, അപ്പൊ നമ്മള് സ്നേക്ക് പീഡിയ എന്നുള്ള ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ അവിടെ ആരാണ് വെനമസ് എന്നും വെനമസ് അല്ലാത്തതൊന്നും മനസ്സിലാക്കി നമുക്ക് ധൈര്യപൂർവ്വം ഇരിക്കാൻ പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരാളെ വിളിച്ച് അതിനെ എടുത്തുകൊണ്ട് പോവുക, അതായത് പിടിച്ച് കൊണ്ടുപോകാനുള്ളൊരു സൗകര്യം നോക്കി സ്നേക്ക് പീഡിയ ആപ്പ് വഴി നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അവനെ പറഞ്ഞു വിട്ടപ്പോൾ നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പറഞ്ഞത്. കാടല്ല, പറമ്പാണിത്. പറമ്പിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞു വിട്ടു. ഈ പാറ്റേനെ പിടിക്കാനാണ് ആശ വന്നത്. പക്ഷെ പെട്ടുപോയി നമ്മുടെ അടുത്തേക്ക്. എന്തായാലും നമ്മൾ ചാക്ക് വയ്ക്കലൊക്കെ വീടിൻ്റെ അടുത്ത് ചാക്ക് വയ്ക്കലൊക്കെ നിർത്തി. അപ്പോൾ തന്നെ പാമ്പിൻ്റെ ലക്ഷ്മണരേഖയായ കായും വെള്ളത്തുള്ളിയോട് ഇടിച്ചിട്ടുള്ള നല്ല വെള്ളം വീടിന് മൊത്തം ചുറ്റും പരത്തി വിട്ടു. ഇനി പാമ്പ് പെട്ടെന്ന് വരണ്ട എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ നമ്മുടെ എന്തായാലും ഇന്നത്തെ പാമ്പ് വീഡിയോ ഇത്രയേ ഉള്ളൂ. പാമ്പ് അവസാനം ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വേറെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് അതിന് അഭിപ്രായം പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയോടുകൂടി നമുക്ക് ഇന്ന് എല്ലാവർക്കും ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.